എല്ലാ കാലത്തും ബി ജെ പിയുമായി അകലം പാലിച്ച രണ്ട് സംഘടനകളാണ് NSS, SNDP. പക്ഷേ ഇപ്പോൾ കുറച്ച് നാളുകളായി SNDP ബി ജെ പിക്ക് അനുകൂലമായ പ്രസ്താവനയുമായി രംഗത്ത് വരുന്നത് നാം പലതവണ കണ്ടിട്ടുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ തുറന്നു പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അങ്ങനെ NSS ബി ജെ പിയുമായി അടുത്ത് നാം കണ്ടിട്ടില്ല. പക്ഷേ രാജീവ് ചന്ദ്രശേഖർ വന്നതിന് ശേഷം ഇപ്പോൾ ഒരു സൈനിക സ്കൂൾ അനുവദിച്ചിരിക്കുകയാണ്. അതിന് പിന്നാലെയാണ് രാജീവിനെയും ബി ജെ പിയും പുകഴ്ത്തുന്നത്. ബി ജെ പിക്ക് അനുകൂലമായി തന്നെ NSS സംസാരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ NSSും SNDPയും യോജിക്കുകയാണെങ്കിൽ ഭാവിയിൽ ബി ജെ പിയെ കേരളത്തിൽ കാത്തിരിക്കുന്നത് എന്താണ്? ഈ 2019 നരേന്ദ്രമോദി രണ്ടാമത് അധികാരത്തിൽ വരുന്ന നാൾ മുതൽ ഈ NSSലെയും SNDPയിലെയും വോട്ടുകൾ അങ്ങോട്ട് മാറി തുടങ്ങിയിരുന്നു. 24 വന്നപ്പം ആ ഒഴുക്കങ്ങ് കൂടി. അതെപ്പോഴും നമ്മൾ ഉദാഹരണം പറയുന്ന ആലപ്പുഴ മണ്ഡലമാണ്. ഈഴവ വോട്ടുകളാണ് കൂടുതലായിട്ടും പറയുന്നത്. അത് CPMകാർ തന്നെ സമ്മതിച്ചിട്ടുള്ള കാര്യവുമാണ്. ഇതിപ്പോൾ കൂടുതലായിട്ട് അടുക്കുന്നു. ഇപ്പം അതിനോടൊപ്പം തന്നെ പറയേണ്ട ഒരു കാര്യമാണ്, ക്രൈസ്തവരും കൂടുതലായിട്ട് അടുത്ത് കഴിഞ്ഞിരിക്കുന്നു. NSSൻ്റെയും SNDPയോടും ഇപ്പോൾ SNDP വെള്ളാപ്പള്ളി നടേശൻ്റെ ഭാര്യ ശോഭാ സുരേന്ദ്രന് വേണ്ടി ആലപ്പുഴയിൽ പ്രവർത്തിച്ചില്ലേ? അതൊക്കെ അന്നേ ശ്രദ്ധിക്കപ്പെട്ട കാര്യം തന്നെയാണ്. പിന്നെ രാജീവ് ചന്ദ്രശേഖർ വന്നു കഴിഞ്ഞപ്പോൾ ഇതിനൊരു ആക്കം കൂടി എന്നുള്ളതാണ്. രാജീവ് ചന്ദ്രശേഖർ ഇവരെ എല്ലാം കാണുകയുണ്ടായി. NSSന് കിട്ടിയ ഒരു വലിയ കാര്യമാണ് തിരുവനന്തപുരത്ത് വന്ന ഈ സൈനിക സ്കൂൾ. അത് അവരുടെ സ്കൂളുമായിട്ട് ചേർന്നുകൊണ്ട് തന്നെ പോകാൻ, അതായത് ഒരു സ്വകാര്യ സംരംഭത്തിന് ഒരു സൈനിക സ്കൂൾ വിട്ടുകൊടുക്കുന്നത് ആദ്യമാണ്. അതിവിടെ കിട്ടിയതിൽ അവർക്ക് വലിയ അംഗീകാരം വരെ കിട്ടിയിരിക്കുകയാണ്. ഇത് രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഒരു നീക്കം തന്നെയാണ് ഇതിനകത്ത് ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് ബി ജെ പിക്ക് വിജയിക്കാൻ സാധ്യതയുള്ള പല മണ്ഡലങ്ങളുമുള്ള ഒരു ജില്ല കൂടിയാണ് തിരുവനന്തപുരം. മുൻപ് ഒരു MLA ഉണ്ടായിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇപ്പോൾ തുടർച്ചയായി 3 തവണ 2ാം സ്ഥാനത്ത് വരുന്നുണ്ട്. പിന്നീട് 2ാം സ്ഥാനത്ത് നിൽക്കുന്ന നിയമസഭാ മണ്ഡലങ്ങൾ എടുത്തു നോക്കിയാലും വട്ടിയൂർക്കാവും കഴക്കൂട്ടവും അടക്കമുള്ള പല മണ്ഡലങ്ങളും ഉള്ള ഒരു സ്ഥലത്താണ് NSSനെ തങ്ങളുടെ വരുതിയിൽ കൊണ്ടുവരാനുള്ള ഒരു ശ്രമം ബി ജെ പി നടത്തിയിരിക്കുന്നത് അല്ലേ? അത് അവർക്ക് വലിയ രീതിയിൽ ഉപകാരപ്പെടുമോ? ഇനി കുറച്ച് നാൾ കൂടെ ഉള്ളൂ, 2 തെരഞ്ഞെടുപ്പ് കാലമാണ് വരുന്നത്. ഒന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പും അത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പും. രണ്ടിലും വലിയ പ്രതീക്ഷ വച്ച് പുലർത്തുന്ന തിരുവനന്തപുരത്ത് തന്നെ ഈ നീക്കം എങ്ങനെ ബി ജെ പിയെ സഹായിക്കും? ഈ സൈനിക സ്കൂൾ അനുവദിച്ചിരിക്കുന്നത് തന്നെ നേമം മണ്ഡലമാണ് കേട്ടോ. നീറമൺകരയുള്ള മന്നം മെമ്മോറിയൽ സ്കൂളിനോട് ചേർന്നാണ് ഈ സൈനിക സ്കൂൾ കൂടെ അനുവദിച്ചിരിക്കുന്നത്. നേമം മണ്ഡലമാണ്. നേമം ഇവർക്ക് തിരിച്ച് പിടിക്കണം. അത് ഒരു വലിയൊരു പ്രസ്റ്റീജായിട്ട് മാറിയിരിക്കുകയാണ്. കാരണം 2021 നഷ്ടപ്പെട്ടു പോയ ഒരു മണ്ഡലമാണ്. സാധാരണഗതിയിൽ ബി ജെ പിയുടെ ദേശീയ തലത്തിലെ ഇത് വെച്ച് നോക്കുമ്പോൾ ആദ്യം കിട്ടിയ ഒരു മണ്ഡലത്തിൽ നിന്ന് പടർന്നു പന്തലിക്കേണ്ട ഒരു സമയം കഴിഞ്ഞുപോയി. അതിവിടുത്തെ BJP ഘടകത്തിൻ്റെ കുഴപ്പം കൊണ്ടുകൂടിയാണ്. പക്ഷേ അതിനൊക്കെ ഇപ്പോൾ തിരുത്തൽ വന്നിരിക്കുകയാണ്. രാജീവ് ചന്ദ്രശേഖർ പറയുകയുണ്ടായി, കഴിഞ്ഞതെല്ലാം നമ്മൾ മാറ്റിവെക്കുക, ഇനിയും നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ. അതുകൊണ്ടാണ് അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഈ NSSൽ നിന്നുള്ളൊരു പിന്തുണ. SNDP വെള്ളാപ്പള്ളി രാജീവ് ചന്ദ്രശേഖറിനെ അംഗീകരിക്കുന്നു. രാജീവ് ചന്ദ്രശേഖർ, അതാണ് ഞാൻ പറഞ്ഞത്, 24 തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പറഞ്ഞു, ജയിച്ചു കഴിഞ്ഞാലും തോറ്റാലും ഞാനിവിടെ തന്നെ ഉണ്ട്. അപ്പോൾ തോറ്റു കഴിഞ്ഞാൽ എങ്ങനെ ഇവിടെ തന്നെ കാണുന്നത് എന്നുള്ളത് അന്ന് ഇലക്ഷൻ കാലത്തായത് കൊണ്ട് പലരും ഒരു ഇലക്ഷൻ വർത്തമാനമായിട്ട് മാത്രമേ. അല്ല, കേരളത്തിന് അനുഭവമുണ്ട്. പണ്ട് സമ്പത്തുണ്ടായിരുന്നല്ലോ, തോറ്റ MP ബോർഡും വെച്ച് ആയിട്ട് നടക്കുന്ന. അതെ, കാരണം അങ്ങനെ നടക്കുമ്പോൾ ഖജനാവിനാണ് നഷ്ടം. അതെ. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ഇലക്ഷൻ വർത്തമാനമായിട്ടേ കണ്ടുള്ളൂ. ഒരിക്കലും ഒന്നും കരുതിയില്ല BJPയുടെ സംസ്ഥാന അധ്യക്ഷനായി വരുമെന്നുള്ളത്. ഈ രാജീവ് ചന്ദ്രശേഖറിൻ്റെ കാര്യങ്ങളെല്ലാം ഒരു ലാസ്റ്റ് മിനിറ്റിലാണ് നടന്നിട്ടുള്ളത്. തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയാകുന്നതും വളരെ വൈകിയല്ലേ അറിയിക്കുന്നത് തന്നെ. നേരത്തെ ചിലയിടങ്ങളിലൊക്കെ ഒരു അഭ്യൂഹം ഉണ്ടായിരുന്നു. പക്ഷേ രാജീവ് ചന്ദ്രശേഖർ വന്നാൽ ആദ്യം നമ്മൾ കരുതിയത് ഇത്ര വോട്ട് കിട്ടുമെന്നൊന്നും കരുതിയില്ല. കാരണം രാജീവിനെ ആർക്കറിയാം എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ടായിരുന്നു. തരൂർ വന്നപ്പോൾ എന്തായിരുന്നു, തരൂരിനെ ആർക്കറിയാമായിരുന്നു, തരൂരിന് മലയാളം അറിയത്തില്ല എന്നൊക്കെ പറയുകയുണ്ടായി. ഇപ്പോൾ ഇവിടെ VD സതീശൻ പറയുന്നുണ്ടല്ലോ, രാജീവ് ചന്ദ്രശേഖറിന് മലയാളം അറിയില്ല, മുണ്ട് കൊടുക്കാൻ അറിയില്ല. ഈ മുണ്ടൊന്ന് കൊടുക്കാൻ അറിയുമോ,
എന്നുള്ളതൊന്നും പുതിയ കാലത്തിലെ വോട്ടർമാരൊന്നും നോക്കാറില്ല. മുണ്ട് വേണ്ടല്ലോ, മുണ്ടെടുക്കണമെന്നുണ്ടോ? അതോ മുണ്ടെടുത്താലേ കോൺഗ്രസ്സുകാരനാകത്തുള്ളൂ അല്ലെങ്കിൽ BJP-ക്കാരനാകൂ എന്നൊന്നുമില്ലല്ലോ. അദ്ദേഹം മലയാളം സംസാരിക്കുന്നുണ്ട്, മുണ്ട് കൊടുക്കുന്നുണ്ട്. അദ്ദേഹം കാര്യങ്ങളിൽ മാത്രം കൃത്യമായിട്ടല്ല ഇടപെടുകയും ചെയ്യുന്നു. കോൺഗ്രസ്സുകാർക്ക് എല്ലാ കാലത്തും മുണ്ട് വലിയ പ്രധാനപ്പെട്ടതാണ്. പണ്ട് രാജ്മോഹൻ ഉണ്ണിത്താൻ ഒരു മുണ്ട് പറിച്ച് ഉണ്ടായ സംഭവങ്ങളൊക്കെ. കാരണം അവരിലെല്ലാവരും തന്നെ ഈ അലക്കി വെളുപ്പിച്ച് മുണ്ട് കൊടുത്ത് പിന്നെ ഈ അമൂൽ ബേബികളെ പോലെ ഇങ്ങനെ ഇരിക്കുന്ന കുറേ പേരാണ് ഉള്ളത് കോൺഗ്രസിനകത്ത്. അപ്പം രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഒരു പുതിയ നീക്കം ഇവിടെ ഫലിച്ചു എന്ന് തന്നെ പറയാം. ഇനി ഇതിൻ്റെ ഒരു കൃത്യമായൊരു ചിത്രം നമ്മൾ ഇനിയിപ്പോൾ കാണാൻ പോകുന്നത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലായിരിക്കും. NSSഉം SNDPയും BJP-യിലേക്കുള്ള ഒരു ഒഴുക്ക് കൂടുകയും ചെയ്യുമെന്നുള്ളതാണ്. അപ്പോൾ രാജീവും നോട്ടമിടുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കണം. കാരണം അത് പ്രധാന പ്രതിപക്ഷമാണ്. ചെറിയ കുറച്ച് സീറ്റുകൾക്ക് മാത്രമാണ് CPM മുന്നിട്ട് നിൽക്കുന്നത്. തൃശ്ശൂർ പിടിക്കണം. കാരണം തൃശ്ശൂരിൽ സുരേഷ് ഗോപി ആദ്യമായിട്ട് കിട്ടിയ ഒരു ഇടമാണ്, മണ്ഡലമാണ്. അത് നിലനിർത്തണം. അത് നിലനിർത്തണമെന്നുണ്ടെങ്കിൽ ഈ കോർപ്പറേഷനും അതിനോടൊപ്പം തന്നെ ആ പാർലമെൻറ്റ് മണ്ഡലത്തിലുള്ള പഞ്ചായത്തുകളും ഒക്കെ പിടിക്കണം എന്നുണ്ട്. പിന്നെ പാലക്കാട് പോലുള്ള നഗരസഭ മുനിസിപ്പാലിറ്റി നിലനിർത്തണം. മറ്റു പല പഞ്ചായത്തുകളും പിടിക്കണം. അതുകൊണ്ടാണ് അവരൊരു 5000 വാർഡുകൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. നിയമസഭയിൽ 40 ഇടമാണ് പറഞ്ഞിരിക്കുന്നത്. 40-ൽ 20 എന്ത് ചെയ്യണം, കൂടുതൽ വിജയസാധ്യതയുള്ള മണ്ഡലമായിട്ട് എടുക്കുകയും ചെയ്യും. ഇപ്പം ഇതിനകത്ത് ഇവർ ഈ SNDP-യിൽ നിന്നും NSSൽ നിന്നും ഒക്കെ നല്ല ഒരു പിന്തുണ ഇങ്ങോട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് തന്നെ പലരെയും മുമ്പോട്ട് കൊണ്ടുവരണം. ഇപ്പം തുഷാർ വെള്ളാപ്പള്ളി തന്നെ, വെള്ളാപ്പള്ളിയൊക്കെ കൂടുതലായിട്ട് ഇനി ഉയർത്തി കാണിക്കണം. ഏതെങ്കിലും സ്ഥാനവും MP സ്ഥാനവും ഒക്കെ നൽകി തുഷാറിനെ കൂടുതൽ ഉയർത്തുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഇടയ്ക്ക് ഒരു അതൃപ്തിയൊക്കെ തുഷാർ പ്രകടിപ്പിച്ചതുമാണ്. അത് മാറ്റി അദ്ദേഹം പാർട്ടി ഉണ്ടാക്കി ഘടകകക്ഷിയായി നിന്നിട്ടും ഇത്രയും നാളായിട്ടും കൃത്യമായ പദവി എടുക്കാൻ BJP കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതൊക്കെ മാറ്റണം. NSSന് വലിയ അംഗീകാരം തന്നെ കൊടുക്കണം. അപ്പം ഇതുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് ഇതിനൊരു മാറ്റം ഉണ്ടാകുമെന്നുള്ളതാണ്. പിന്നെ ഈ NSS SNDPയും കൂടി BJP-യിലേക്ക് അടുക്കുന്നു എന്നുള്ളത് വരുമ്പോൾ അത് CPM-നും കോൺഗ്രസിനും ഹാലിളകുമെന്നുള്ളതാണ്. കോൺഗ്രസിന് പ്രധാനമായിട്ട് നഷ്ടമാകുന്നത് NSSൻ്റെ വോട്ടാണ്. നായന്മാരിൽ നല്ലൊരു പങ്ക് പൊതുവെ കോൺഗ്രസിനോടൊരു ആഭിമുഖ്യം കാണിക്കുന്നുണ്ട് മുൻകാലങ്ങളിൽ, ഈ ക്രൈസ്തവ വോട്ടുകൾ പോലെ തന്നെ. SNDPയുടെ നല്ലൊരു പങ്ക് വോട്ടും CPM-ലാണ്. ആ CPM-ലെ വോട്ട് ചോർച്ച ഉണ്ടായി എന്നുള്ളത് വ്യക്തമായിട്ട് പരസ്യമായിട്ട് MP ഗോവിന്ദൻ പറഞ്ഞിട്ടില്ലേ? പാർട്ടി കേന്ദ്രങ്ങളിലെ സംസ്ഥാന സമ്മേളനങ്ങളിൽ ഉൾപ്പെടെ കൃത്യമായ രേഖകളായി തന്നെ അവർ പറഞ്ഞിട്ടുണ്ട്. പാർട്ടി കേന്ദ്രങ്ങളിൽ പോലും BJP സ്വാധീനം ഉറപ്പിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിക്ക് വളർച്ച ഉണ്ടാകുന്നു എന്നല്ലേ അതിൻ്റെ അർത്ഥം. അപ്പോൾ എന്തായാലും ഇത് NSSും SNDPയും കൂടി ഒന്നിച്ച് വന്നു കഴിഞ്ഞാൽ ഈ BJPക്ക് ഇനി വിദൂരകാലത്തിലേക്ക് പോകണ്ട, കേരളം ഭരിക്കാൻ വളരെ അടുത്ത് തന്നെ അതിന് ഇടയുണ്ടാക്കും എന്നുള്ളത് ഉറപ്പാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.